ചുറ്റി വരുന്നത് നിർത്തൂ. നിർത്തിക്കഴിഞ്ഞു മഹാരാജൻ. തറ ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ, അത് നിർത്ത്. അതിപ്പോ എങ്ങനെയാണ് നിർത്ത? മനസ്സിലായി. ജ്ഞാനമുണ്ടായി, നഗ്നത എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നാം അങ്ങയെപ്പറ്റി മനസ്സിൽ കരുതിയിരുന്നതെല്ലാം തെറ്റാണ്. അങ്ങയുടെ ഉള്ളിൽ കുറെ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനപ്രകാശം കത്തി എരിഞ്ഞുവോ? കത്തി എരിഞ്ഞു, മനസ്സിലായി. അങ്ങേക്കെല്ലാം മനസ്സിലായല്ലോ മഹാരാജൻ. സാഹചര്യങ്ങൾ. പ്രണയത്തെ തിരിച്ചറിഞ്ഞു. പ്രണയത്തെക്കുറിച്ച് അവസാനത്തെ 2 വരികളിലല്ലേ പറഞ്ഞുള്ളൂ, അതിൽ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ അവസാനമല്ലേ നടക്കൂ. എനിക്ക് കൊലയും കൊള്ളയും ക്രോധവും കോപവും ചെയ്തും പറഞ്ഞും നാക്ക് തഴമ്പിച്ചു പോയി. അതിനെ ഒന്ന് മൃദുലമാക്കിയെടുക്കണം. ദിവസവും പുഴയിൽ നിന്നൊരു കല്ലെടുത്ത് വായിലിട്ട് എനിക്ക് പ്രണയിച്ച് ഇങ്ങനെ നടക്കണം. പ്രണയിക്കണമെന്നോ? അങ്ങേക്ക് പ്രണയിക്കാൻ എന്റെ മനസ്സിൽ പ്രേമം അന്നേ പൊട്ടി വിരിഞ്ഞു. അവൾ എന്നെ പ്രേമിക്കണം. അതിനൊരു നല്ല മന്ത്രം പറഞ്ഞുതാ മൃത്യുഞ്ജയ. ഇതിനെല്ലാം ഞാൻ കൊല്ലും. ആദ്യം ചെയ്യേണ്ടത് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. ജൂ മന്ത്രകാളി. കർപ്പകവല്ലി. മഹാരാജൻ, ഈ പ്രേമവും മണ്ണാങ്കട്ടിയൊന്നും നമുക്ക് വേണ്ട മഹാരാജൻ. നേരാണ് മഹാരാജൻ. കർപ്പകം. ഈ കുടുംബിയുടെ രഹസ്യം എന്താണ്? ഭയം തന്നെ. ബഹുക്കേമനായ നടനാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഭയപ്പെടുന്നത് പോലെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ ഞാൻ ഭയമുള്ള ഒരാൾ തന്നെയാണ്. ഈ സ്വഭാവം കൊണ്ട് മഹാരാജാവിനെ കൈക്കുള്ളിലാക്കിയ വിഷയം ഏവർക്കും അറിയാം. ഓഹോ, ആശംസകൾ. നന്ദി. മഹാരാജനോടുള്ള അടുപ്പം നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ഒരു ഭാവമാറ്റം. അല്ല, ഈ മഹാരാജൻ എന്നോട് അടുക്കുന്നത് പോലും എനിക്ക് വെറുപ്പുള്ളതാക്കും. അദ്ദേഹത്തിന് നിങ്ങളോട് അടുക്കണമെന്നാണ് പറയുന്നത്. അതിന് ഞാൻ സഹായിക്കണമത്രേ. യഥാർത്ഥ അടുപ്പമല്ലല്ലോ, വെറും അഭിനയം മാത്രമല്ലേ. അഭിനേതാവാണല്ലോ. ആദ്യം ഞാൻ മനുഷ്യനാണ്, അത് കഴിഞ്ഞേ ഉള്ളൂ അഭിനയം. പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മൃത്യുഞ്ജയനെ? ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഞാനൊരു മൃത്യുഞ്ജയനല്ല എന്ന്. നിങ്ങൾക്ക് തെളിയിക്കുവാനും സാധിക്കും. അതറിഞ്ഞിട്ടും പറയുന്നുവോ? അതിന് ധൈര്യമാണ് വേണ്ടത്. ധൈര്യമില്ലാതെ എങ്ങനെ പ്രണയം വരും? നിങ്ങളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഭയമുള്ളവനാണെന്ന് തോന്നുന്നില്ല. ഈ നാട്ടിലെ രാജാവ് തടവറയിലടച്ച രാജകുമാരി, ഭ്രാന്തി, നാടോടിയായ മൃത്യുഞ്ജയൻ ഉത്തമൻ, ഭയചകിതൻ. ഓ, ഉത്തമ, ഭയപ്പെടേണ്ട. ഉപമുഖ്യൻ നമ്മുടെ കക്ഷിയാണ്. ഓ, ഇദ്ദേഹം കക്ഷി മാറിയല്ലേ? ഈ മന്ത്രിക്ക് കക്ഷി മാറാൻ അറിയില്ല. ഈ ഉടലിൽ ഉயிருള്ളത് വരെ ചാട്ടം പഠിക്കുവാൻ വേണ്ടി പോകും. അല്ല, മുൻ മഹാരാജാവിന്റെ മരണത്തിന് നീതി ചോദിക്കുവാനും ഈ നിൽക്കുന്ന യുവറാണിയെ സിംഹാസനത്തിൽ ഏറ്റുന്നതുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഓ, അപ്പൊ ശരി. എന്താണ് താങ്കൾ ചെയ്യുന്നത്? പുതിയ കത്തിയ വാൾ ഉറയിലേക്കിട്ടപ്പോൾ അരക്കെട്ടിന് എന്തോ പറ്റി. ഇയാളെ വെച്ചുകൊണ്ടാണോ പദ്ധതി തയ്യാറാക്കുന്നത്? അതിരിക്കട്ടെ യുവറാണി, നമ്മുടെ വിശ്വസ്തരായ സൈനികർ വലം വെക്കുന്ന സമയമാണിത്. അടുത്ത ഊഴം നമുക്ക് വിശ്വാസമില്ലാത്തവരാണ്. അവർ വരുന്ന വേളയിൽ റാണി ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല. പോയി വന്നാലും പദ്ധതികൾ നാളെ ആവിഷ്കരിക്കാം. ഉത്തമ, നാം പോയി വരട്ടെ.
പതറാതെ നിൽക്കുക. അത് വെറും പാശമല്ലേ? അയ്യോ യുവറാണി, അവിടുന്ന് എന്തിനാണ് വീണ്ടും വന്നത്? ചാരൻ വന്നുകൊണ്ടിരിക്കുന്നു, ശീഘ്രം പോകുവിൻ. അല്ല, ആരാണ് നമ്മെ തിരികെ വിളിക്കുന്നത്? നാം ആണടോ. പരിഭ്രമിക്കാതെ ഇറങ്ങി വരിക. രണ്ടു നാടുകൾക്കും ഒരേ അടയാളം വെച്ചത് മഹാബുദ്ധിമോശമായിരിക്കുന്നു. മാറ്റിപ്പിടിക്കാൻ മേലായിരുന്നു. ചെയ്തു നോക്കിയതാണ്. ഏത് രീതിയിൽ? ചുമക്കലായിരുന്നു. ചുമക്കെന്തായിരുന്നു കുഴപ്പം? ആ സമയം നോക്കി മുൻ മഹാരാജാവ് തിരുമനസിന് ഭയങ്കര കപക്കെട്ട്. അദ്ദേഹം നാൾ മുഴുവനും ചുമച്ചുകൊണ്ടിരിക്കെ ഈ കൊട്ടാരത്തിന്റെ എല്ലാ രഹസ്യ കഥകളും തുറന്നു മൂടിക്കൊണ്ടേയിരുന്നു. നാട്ടുകാരെല്ലാം അത് കാണുകയും ചെയ്തു. ഇപ്പോഴുള്ള രാജാവ് ഉൾപ്പെടെ. വരിക, ശീഘ്രം വരിക. മന്ത്രി അങ്ങുന്നേ, ശീഘ്രം തന്നെ അവിടുത്തെ സങ്കടം തീരുമെന്ന് മഹാരാജാവ് അറിയിച്ചിരിക്കുന്നു. ഇടോ, നിങ്ങളുടെ രാജാവിന്റെ പക്കൽ ഞങ്ങൾ ജ്യോത്സ്യമാണോ ആവശ്യപ്പെട്ടത്? സഹായമല്ലേ? ശീഘ്രം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8 മാസമായില്ലേ? അവസാനമായി എന്താണ് ഉരുവിട്ടത് നിങ്ങളുടെ മഹാരാജാവ്? നമ്മുടെ ആളാ, നീ പരിഭ്രമിക്കണ്ട. അങ്ങോട്ട് മാറി നിൽക്ക്. ഇല്ല, അത്രയേ ഉള്ളൂ വാർത്ത. സന്ദേശം അത്രയേ ഉള്ളൂ. ഇതിനാണോ എന്നെ തള്ളി മാറ്റിയത്? ഈ തുണ്ട് സന്ദേശം വായിക്കാനാണോ ഇത്രയും വലിയ കയറിൽ തൂങ്ങി ഇറങ്ങിയത്? രാജകുമാരി എത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പുറപ്പെടുമ്പോൾ മന്ത്രി മറ്റെന്തെങ്കിലും സന്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങളുടെ മഹാരാജാവിനോട് ചോദിച്ചിട്ട് വേണ്ടേ പുറപ്പെട്ടു വരാൻ? രാജാവിന്റെ മുൻപിൽ സംസാരിച്ചതേ അധികമായിരിക്കുന്നു. ശരി, നിങ്ങളുടെ മഹാരാജാവിന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ ഉത്തമനെ വെച്ചുകൊണ്ട് തന്നെ നാം പല പദ്ധതികൾ. പിന്നെ ഇതൊക്കെ നാം എന്തിനാണ് തന്നോട് ചൊല്ലുന്നത്? അല്ലേ ഉത്തമ? അതെ. എന്ത് ചൊല്ലിയാലും ഒരു അതെ. ഇക്കാര്യം ഞങ്ങൾ തനിയെ ചെയ്തു കൊള്ളാമെന്ന് നിന്നോട് മഹാരാജാവിനോട് ചെന്ന് ഉണർത്തിക്കുക. പോകൂ. അയൽ രാജ്യത്തെ ചാരന്മാർ മര്യാദയുള്ളവന്മാരാ. ഇറങ്ങാൻ എളുപ്പമായിരുന്നു, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നടുവേദന ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറുക്ക് വഴികൾ വല്ലതും ഉണ്ടോ? ദാ നേരെ കാണുന്ന ഗുഹ വഴി നിനക്ക് മുകളിലേക്ക് ചെല്ലാവുന്നതാണ്. ശീഘ്രം പോകൂ. നന്ദിയുണ്ട് മഹാമന്ത്രി. ഈ പൊണ്ണത്തടീനെ പൊക്കി വയ്യാതായി. ശരി ഉത്തമ, നാം പോയി വരാം. കുടുംബി മറന്നു പോയോ? എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിനയം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതിനു വേണ്ടിയുള്ള പാരിതോഷം നൽകുന്നത് നമ്മുടെ കടമയല്ലേ? അതിശീഘ്രം നിങ്ങളുടെ മന്ത്രത്താൽ എന്നോട് സ്നേഹം മനസ്സിലാക്കും എന്ന് മഹാരാജന് വാക്ക് കൊടുത്തുകൊള്ളുക. എന്തോന്നാ അവിടെ? സാറ് കാണിക്കണമെന്ന് പറഞ്ഞ സീൻ കാണിച്ചതാണ് സാർ. എന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ചാണോ ഇതൊക്കെ? സോറി സാർ. അല്ലല്ല, ഞാനാ അത് കാണിക്കാൻ പറഞ്ഞത്. അകത്ത് ടെസ്റ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ടെൻഷനിൽ നിന്ന് ഞാൻ മിസ്റ്റർ മനോരഞ്ജൻ, യുവർ വൈഫ് ഈസ് അവെക്ക്. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ യാമിനിയുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്തത് ഭഗവാൻ തട്ടിയെടുക്കാൻ നോക്കുക. എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാവണം. ഞാൻ പുറത്ത് നിൽക്കാൻ കേട്ടോ. അയ്യോ വേണ്ട ഡോക്ടർ. ഡോക്ടർ എന്റെ കുടുംബത്തിൽ ഒരംഗ. ഞാനിങ്ങനോട് കുമ്പസാരിക്കുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ഉണ്ടാവണം. ഇങ്ങനെ യാമിനി എത്ര സ്നേഹിച്ചിരുന്നറിയോ? ഞാനാണ് കൊച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞു വാശി പിടിക്കുന്ന പോലെ എൻ്റെ അച്ഛനോട് ചോദിച്ച് ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചു. അത് നിങ്ങൾ ഉറക്കം പറ. നിങ്ങൾ ഇപ്പോഴും യാമിനിയെ പ്രേമിക്കുന്നില്ലേ? അവളുടെ ആത്മാവൊന്നും കേൾക്കട്ടെ. ആത്മാവിന് ചെവിയൊന്നും കേൾക്കില്ല, മനസ്സിലായോ? എനിക്ക് കേൾക്കുന്നുണ്ട് പറയുന്നേ. Still you love her? I was in love with her. Now I love you. Okay, take rest. നേരാണോ? എന്താടോ? ഞാൻ നിങ്ങളെ രണ്ടുപേരെ അകറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയും? യാമിനിയോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ശരിക്കും സ്നേഹത്തിലെ യു ആർ എ നൈസ് പേഴ്സൺ. സോ പ്രണയം റിയൽ ആയിട്ട് മാറി. ഇപ്പം യാമിനിയുടെ പേരിൽ തെറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോ ഇല്ല ഒന്നുമില്ല. നിന്നോട് ഒരു ദേഷ്യമില്ല. നീ എൻ്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ? അപ്പൊ നീ ഒരു കുഞ്ഞിനെ പോലെ. യു ആർ എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. വെറുതെ നോണയൊന്നും പറയണ്ട. ആശ്വസിപ്പിക്കാൻ വേണ്ടി സുന്ദരിയാണെന്നൊക്കെ. ഇല്ല, വരൂ. യു ആർ എ ബ്യൂട്ടിഫുൾ വുമൻ. താങ്ക് യു. ബട്ട് വാസ് ചെറുപ്പത്തിൽ ഞാൻ എന്ത് സുന്ദരിയായിരുന്നെന്നറിയോ? അല്ലെന്നേ, സൗന്ദര്യമെല്ലാം തിന്ന് തീർന്നു. ഈ തൂക്കം നോക്കുന്ന മെഷീനിൽ കയറി നിൽക്കുമ്പോ എന്തൊരു ഭാരമെന്നറിയോ? ആ ഭാരം കൂടി യാമിനിയെ പോലെ ഏതെങ്കിലും സുന്ദരിമാര് വന്നാൽ ഇങ്ങനെ ഓടിപ്പോന്നുള്ളൊരു പേടിയാ എനിക്ക്.
പേടിച്ചാൽ മാത്രം പോരല്ലോ ഡോക്ടർ, ഞാൻ മിണ്ടാതിരിക്കുക കൂടി ചെയ്യണ്ടേ? ഈ പൊണ്ടാരക്കാലെ കരയല്ലേ, വരൂ. വരൂ, പ്ലീസ് റിലാക്സ്. ഞാൻ സെഡക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. യു മസ്റ്റ് റിലാക്സ്. ഡോക്ടർ എനിക്ക് സെഡക്ഷൻ തരല്ല. എനിക്കിങ്ങനെ കണ്ടോണ്ടിരിക്കണോ ഉറക്കം അതൊക്കെ പിന്നെ ചെയ്യാം. പ്ലീസ് റെസ്റ്റ് നൗ. പ്ലീസ് വരൂ. എനിക്ക് No. വേറൊന്നും വേണ്ട. പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നത് അനുസരിക്കോ ഇല്ലയോ? ഇപ്പോഴെങ്കിലും ഞാൻ അനുസരിക്കണം എന്നാണ് പറയുന്നത്. അയ്യോ, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് അറിയൂ ഡോക്ടർ. അയ്യോ, എന്നെ പോലുള്ള ദുഷ്ടത്തികളൊക്കെ കണ്ട് Thank you.